കേരളത്തിലെ ആരോഗ്യമേഖലയെ തകർത്ത ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ബി.ജെ.പി. കോഴിക്കോട് നോർത്ത് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. വടകര ജില്ലാ ആശുപത്രിയിലേക്ക് നടത്തിയ മാർച്ച് വി. ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളും എല്ലാ സർക്കാർ ആശുപത്രികളും ഇന്ന് രോഗികൾക്ക് വേണ്ടിയല്ല നിലകൊള്ളുന്നത്, മറിച്ച് സ്വകാര്യ ആശുപത്രി ലോബികൾക്ക് വേണ്ടിയാണ് അവരെല്ലാം നിലകൊള്ളുന്നത്. മെഡിക്കൽ കോളേജുകൾ മടക്കൽ കോളേജുകളായി മാറിയിരിക്കുന്നു. കേരളത്തിലെ ഏത് മെഡിക്കൽ കോളേജിലേക്കും മാരകമായ രോഗവുമായി രോഗികൾ കയറി ചെന്നാൽ അവിടെ അടിസ്ഥാന സൗകര്യങ്ങളില്ല, അവിടെ ശസ്ത്രക്രിയയുടെ ഉപകരണങ്ങളില്ല, അവിടെ മരുന്നുകളില്ല, അവിടെ ഡോക്ടർമാരില്ല. നിങ്ങളെല്ലാം മടങ്ങിപ്പോവുക, നിങ്ങളെല്ലാം സ്വകാര്യ ആശുപത്രികളെ സമീപിക്കുക എന്ന സമീപനമാണ് കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലുള്ളത്. അതുകൊണ്ടാണ് കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾക്കിട്ട പേര് മടക്കൽ കോളേജുകൾ എന്നാണ് പേരിട്ടിരിക്കുന്നത്. രോഗികൾക്ക് ചികിത്സിക്കാൻ വേണ്ടി യാതൊരു സൗകര്യവും ഒരുക്കാത്ത, അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത ഇത്തരം ആശുപത്രികൾ എന്തിനാണെന്നുള്ള ചോദ്യം കേരളത്തിൻ്റെ സമൂഹത്തിൽ ഉയർന്നു വരികയാണ്. ഇതിനുപോൽഫലകമായ സാഹചര്യങ്ങളാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ബിന്ദു എന്ന് പറയുന്ന വീട്ടമ്മ കെട്ടിടം തകർന്ന് അവശിഷ്ടങ്ങൾക്കിടയിൽ 3 മണിക്കൂറോളം കിടന്ന് മരിക്കാനുണ്ടായ സാഹചര്യത്തിൽ പ്രതിയാക്കപ്പെടേണ്ടത് അവിടെ ഉണ്ടായിരുന്ന മന്ത്രി ബിന്ദു, മന്ത്രി അതുപോലെ തന്നെ വീണയും അതുപോലെ തന്നെ വാസവനുമാണ്. ഈ അപകടം നടന്ന സാഹചര്യത്തിൽ തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജും അതുപോലെ തന്നെ മന്ത്രി വാസവനും മെഡിക്കൽ കോളേജ് പരിസരത്തുണ്ടായിരുന്നു. അവരോട് ആ മകളും അതുപോലെ തന്നെ അവിടെയുള്ളവരും കാണുകയാണ് പറഞ്ഞു. ആ കെട്ടിടത്തിനടിയിൽ അവശിഷ്ടങ്ങൾക്കടിയിൽ ഒരു വീട്ടമ്മയുണ്ട്, അതൊന്ന് പരിശോധിക്കണം എന്ന് വളരെ ദയനീയമായ ഭാഷയിൽ അവരുടെ കുടുംബവും അതുപോലെ നാട്ടുകാരും രോഗികളുടെ കൂട്ടിരിപ്പുകാരും പറഞ്ഞു. പക്ഷെ അതൊന്നും ഗൗനിക്കാതെ, അതൊന്നും പരിഗണിക്കാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവിടെ പരിക്ക് പറ്റിയവരില്ല, ചെറിയ പരിക്ക് പറ്റിയ 2 പേര് മാത്രമേ ഉള്ളൂ എന്ന് മാധ്യമങ്ങളോട് വിളിച്ചു പറയാനായിരുന്നു വീണ ജോർജിന് തിടുക്കമുണ്ടായിരുന്നത്. ആ സമയത്ത് തന്നെ ആ വീട്ടമ്മ ബിന്ദു ആ കെട്ടിടാവശ്യങ്ങൾക്കിടയിൽ ജീവന് വേണ്ടി പിടയുകയായിരുന്നു, ജീവന് വേണ്ടി മല്ലടിക്കുകയായിരുന്നു. അതുകൊണ്ട് സമയത്ത് ആ ദുരന്ത നിവാരണ സേന, ഡിസാസ്റ്റർ മാനേജ്മെന്റും അതുപോലെ തന്നെ ആശുപത്രിയിലെ അധികൃതരും മന്ത്രിയും ഉണർന്ന് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ആ വീട്ടമ്മയുടെ ജീവൻ നഷ്ടപ്പെടുമായിരുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ ആ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും ആ ബിന്ദു എന്ന വീട്ടമ്മയെ പുറത്തെടുത്ത് വേണ്ട ചികിത്സ നൽകിയിരുന്നുവെങ്കിൽ ആ മക്കൾക്ക് അമ്മ നഷ്ടപ്പെടുമായിരുന്നില്ല, ആ ഭർത്താവ് ഭാര്യ നഷ്ടപ്പെടുമായിരുന്നില്ല, ആ കുടുംബം അനാഥമാകുമായിരുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. ഇവിടെയാണ് കേരളത്തിലെ ആരോഗ്യമന്ത്രിയും അതുപോലെ തന്നെ വാസവനടക്കമുള്ളവർ പ്രതിയാക്കപ്പെട്ടാണ് ഇതിന് കേസെടുക്കേണ്ടത്. ഇതൊരു ആസൂത്രിതമായ കൊലപാതകമാണ്. ഇത് കൊലപാതകത്തിനാണ് കേസെടുക്കേണ്ടത്. സമയാസമയത്ത് വേണ്ട സമയത്ത് ചികിത്സ ലഭിച്ചിരുന്നുവെങ്കിൽ
ഡിസാസ്റ്റർ മാനേജ്മെന്റ് വേണ്ട സമയത്ത് ഇടപെട്ടിരുന്നുവെങ്കിൽ അവരുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു. 3 മണിക്കൂർ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തി ആ വീട്ടമ്മയെ കൊലയ്ക്ക് കൊടുത്തതിന് ഉത്തരവാദിത്വം ആരോഗ്യമന്ത്രിക്കും അവിടെ ഉണ്ടായിരുന്ന ആശുപത്രി അധികൃതർക്കും അതുപോലെ തന്നെ വാസവനുമാണെന്ന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് BJP ആവശ്യപ്പെടുന്നത് ആ 2 മന്ത്രിമാർക്കെതിരെയും കേസെടുക്കണം. വീണ ജോർജിന് ആ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല, നരഹത്യക്ക് കേസെടുക്കേണ്ടതാണത്. ഇതാണ് BJP ആവശ്യപ്പെടുന്നത്. ഇത് കോട്ടയം ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജിന്റെ മാത്രം കാര്യമല്ല, കേരളത്തിലെ എല്ലാ ആശുപത്രികളിലും ഇതാണ് അവസ്ഥ. ഇവിടെ ഒരു ജില്ലാ ആശുപത്രി ഉണ്ട്, വടകര. എന്തിനു വേണ്ടിയാണ് ഈ ജില്ലാ ആശുപത്രി തുറന്നിരിക്കുന്നത് എന്ന് ആരോഗ്യമന്ത്രി പറയണം. ഇവിടെ ശസ്ത്രക്രിയകളില്ല, ഇവിടെ സ്കാനിങ് സൗകര്യങ്ങളില്ല, ഇവിടെ ആവശ്യത്തിന് മരുന്നുകളില്ല. ഇവിടെ ഒന്ന് തുന്നിക്കട്ടണമെങ്കിൽ പോലും പഞ്ഞിയും സൂചിയും വാങ്ങി രോഗികൾ ഉള്ളിലേക്ക് പോകണം. ആവശ്യത്തിന് ഡോക്ടർമാരില്ല, 1-2 ഡോക്ടർമാർ, 100 കണക്കിന് ആളുകൾ ക്യൂ നിൽക്കുകയാണ് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്ത, മരുന്നുകളില്ലാത്ത, സ്കാനിങ് സംവിധാനങ്ങളില്ലാത്ത, ഫാർമസി പ്രോപ്പറായി നടക്കാത്ത ഈ ആശുപത്രികൾ എന്തിനാണ് തുറന്നു വെച്ചിരിക്കുന്നത് എന്നാണ് കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്നത്. ആരോഗ്യമന്ത്രിക്ക് ആ പണിക്ക് കൊള്ളില്ലെങ്കിൽ ആരോഗ്യമന്ത്രിക്ക് വേറെ പണിക്ക് വിടണം. ആരോഗ്യമന്ത്രി ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ആരോഗ്യമന്ത്രിയാണ് എന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ബോധ്യപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ആരോഗ്യമന്ത്രിക്ക് ആ പണി രാജിവെച്ച് വേറെ എന്തെങ്കിലും പണിക്ക് പോകുന്നതാണ് നല്ലത്. കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളും എല്ലാ സർക്കാർ ആശുപത്രികളും ഇന്ന് രോഗികൾക്ക് വേണ്ടിയല്ല നിലകൊള്ളുന്നത്, മറിച്ച് സ്വകാര്യ ആശുപത്രി ലോബികൾക്ക് വേണ്ടിയാണ് അവരെല്ലാം നിലകൊള്ളുന്നത്. മെഡിക്കൽ കോളേജുകൾ മടക്കൽ കോളേജുകളായി മാറിയിരിക്കുന്നു. കേരളത്തിലെ ഏത് മെഡിക്കൽ കോളേജിലേക്കും മാരകമായ രോഗവുമായി രോഗികൾ കയറി ചെന്നാൽ അവിടെ അടിസ്ഥാന സൗകര്യങ്ങളില്ല, അവിടെ ശസ്ത്രക്രിയയുടെ ഉപകരണങ്ങളില്ല, അവിടെ മരുന്നുകളില്ല. ഡിഗ്രി കഴിയുമ്പോൾ തന്നെ ലൈഫ് ടൈം ഒരു ജോലി കൂടി ആയാലോ? അതെ, മഹാരാജാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി പഠിച്ച് ഭാവി സുരക്ഷിതമാക്കാം. BA, BCom, BBA with Hospital Administration, BA, BCom, BBA with Logistics and Supply Chain Management, BVoc in Hospital Administration, BVoc in Logistics Operations Management, Diploma in Hospital Administration, Diploma in Logistics and Supply Chain Management, Diploma in Hospitality Management. കൂടാതെ +1, +2, +2 NEOS 6 months, +2 BOSS 6 months. Well furnished classrooms and fully equipped labs. അച്ചടക്കത്തോടെയുള്ള ക്ലാസുകൾ. ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസ് ഇന്റർവ്യൂ.